സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം. അപ്പൊ ആ സംഭവമാണ് ഞാനിങ്ങനെ പറയാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. പിന്നെ സംസാരം എടുത്തൊക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ കണ്ട് പോയിക്കോട്ടെ. പിന്നെ ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. പ്രവാചകൻ സാധാരണ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, പള്ളിയിലൊക്കെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ആ മഗ്‌രിബ് ഇശാന്റെ സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നറിയോ, റസൂൽ അവിടെ അങ്ങനെ പള്ളിയിൽ ഇരിക്കും. ആ ഇരിക്കുന്ന എന്തിനാ, സഹാബികൾക്ക് എന്തുണ്ടാവും, കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ടാകും, അറിയാണ്ടാകും, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാണ്ടാകും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ വേറെ ഔദ്യോഗികമായ മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യും, അങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ പള്ളിയിൽ എന്ത് ചെയ്യും, ഇരിക്കും. പ്രവാചകന്റെ പള്ളിയാണ് പ്രവാചകന്റെ കാലത്തെ ഓഫീസ്. അറിയാലോ, സൈന്യങ്ങളെ പറഞ്ഞയച്ചിരുന്നത് എവിടുന്ന, പള്ളിയിൽ നിന്ന്. പ്രവാചകൻ കുറെ കാലം ആ ഭരണം നടത്തിയല്ലോ, ആ ഭരണം നടത്തിയത് എവിടുന്ന, പള്ളിയിൽ നിന്ന്. മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഒരു മഹല്ല് കമ്മിറ്റി അതേതായിരുന്നു, പള്ളിയായിരുന്നു. അവിടുത്തെ സാംസ്കാരിക കേന്ദ്രം ഏതാണ്, പള്ളിയാണ്. പ്രവാചകൻ ഇവരെ ഇസ്ലാമിക വിശ്വാസവും അതേപോലെ തന്നെ ഇബാദത്തുകളും ആദാത്തുകളും ഒക്കെ പഠിപ്പിച്ച മദ്രസ ഏതാ, മദീനയിലെ മസ്ജിദ് നബവി. എല്ലാറ്റിന്റെയും കേന്ദ്രം ഏതാണ്, മദീനയിലെ മസ്ജിദ് നബവി ആയിരുന്നു. ആരുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും കാലത്ത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ തന്നെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാലമാകുമ്പോഴേക്ക് ഇത് മദീനയിൽ നിന്ന് എന്ത് ചെയ്തു, മാറി. എവിടേക്കെത്തി, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഭരിക്കുമ്പം ഏതായിരുന്നു കേന്ദ്രം, മദീനയിലെ മസ്ജിദുൻ നബവി. അത് കഴിഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫയായപ്പോൾ അലി എവിടെ ആയിരുന്നില്ല, ഇവിടെ ആയിരുന്നില്ല, മദീനയിലായിരുന്നില്ല. അലി എവിടെയായിരുന്നു, ഇറാഖിലെ കൂഫയിലായിരുന്നു. സ്വാഭാവികമായിട്ടും തലസ്ഥാനം എവിടേക്കായി, ഇറാഖിലെ കൂഫയിലായി. എത്രയോ ദൂരമാണ് മദീനയും ഇറാഖും തമ്മിലുള്ള ദൂരം. പിന്നെ എന്ത് ചെയ്തു, അലി ഇബ്നു അബീ ത്വാലിബ് 40 കൊല്ലപ്പെട്ടു. മുആവിയയുമായി പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ ചെയ്തു. പിന്നെ അലി കൊല്ലപ്പെട്ടപ്പോൾ ഭരണാധികാരിയായിട്ട് ആര് വന്നു, ഹസൻ റളിയല്ലാഹു അൻഹു. അലിയുടെ മൂത്ത മകനെ എന്ത് ചെയ്തു, ഖലീഫയായിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ അനുയായികൾ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. എന്നാൽ അലിയെ ഖലീഫയായി അംഗീകരിക്കാൻ തയ്യാറില്ലാതിരുന്ന, മുആവിയ ഖലീഫയാകണം എന്ന് വാദിച്ചിരുന്ന ആളുകൾ ആരെ ഖലീഫയായി നിശ്ചയിച്ചു, മുആവിയയെ ഖലീഫയായിട്ട് എവിടെയും നിശ്ചയിച്ചു, ഷാം, സിറിയയിൽ. അപ്പൊ അവരുടെ കേന്ദ്രം എവിടെയായി, സിറിയയിലെ ഡെമസ്കസുമായി. അലി ഇബ്നു അബീ ത്വാലിബിന്റെയും അനുയായികളുടെയും കേന്ദ്രം എവിടെ, ഇറാഖിലെ കൂഫ. മുസ്ലിങ്ങളുടെ അതുവരെ ഉണ്ടായിരുന്ന ആസ്ഥാനം ഇവിടെ മദീനയിലെ മസ്ജിദ് നബവി. എന്റെ എത്രയോ ആയിരക്കണക്കിന് കിലോ. അപ്പോഴേക്ക് ഇസ്ലാമിക രാജ്യം എന്തായി, വിശാലമായി. ഹസൻ